ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള വുമൺ CPOന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഡാഷ് വി ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഹി ഈസ് ഇൻവോൾവ് ഇൻ ദി ഫ്രോഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാ? ഫോറിൻ വേർഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാ എന്തായിരുന്നു? പ്രൈമ ഫാസി അല്ലെ? പ്രൈമ ഫാസി എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ഫേസ്റ്റ് സൈറ്റ്, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി അവനാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലെ, ഈ ഒരു ഫ്രോഡ് കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള അവനാണെന്നുള്ളത് മനസ്സിലായി. സോ പ്രൈമ ഫാസി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രോ ബോണോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോ ബോണോ പബ്ലിക് ഗുഡ് ആണ് കേട്ടോ. പിന്നെ എക്സ് ഗ്രേറ്റിയ എന്ന് പറഞ്ഞാൽ ഗിവൺ ആസ് ഫേവർ. ഓക്കെ, ഗിവൺ ആസ് ഫേവർ ആണ് എക്സ് ഗ്രേറ്റിയ. സ്റ്റാറ്റസ് ക്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് അല്ലെ. അപ്പൊ എല്ലാവരും ശരിയാക്കിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രൈമ ഫാസി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ ഡ്രാമ ഗ്രൂപ്പ് ആൻഡ് ആസ്ക് മീ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഇൻട്രോഗേറ്റീവ് ആണ്. അപ്പൊ വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ ഡ്രാമ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഒന്നല്ലെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ നോ എന്ന് പറയും. ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തായാലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇഫ് അല്ലെങ്കിൽ വെദർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെ, ഇവിടെ നമുക്ക് 3 ഓപ്ഷനകത്തും ഇഫ് അല്ലെങ്കിൽ വെദർ ഉണ്ട്. പിന്നെ വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ ഡ്രാമ ഗ്രൂപ്പ് ആണ്. അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ? അവർ എന്നാണോ പറയാ? അല്ല, ദെയർ ആണ് അല്ലെ. വുഡ് യു ലൈക്ക് ടു ജോയിൻ ദെയർ ഡ്രാമ ഗ്രൂപ്പ് എന്നാണ് വരിക. അപ്പൊ ആൻഡ് ആസ്ക് മീ ഇഫ് ഐ വുഡ് ലൈക്ക് ടു ജോയിൻ ദെയർ ഡ്രാമ ഗ്രൂപ്പ്. സോ ഇറ്റ്സ് ഓപ്ഷൻ സി. അതും എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ദ ഫെമിനൈൻ ഫോം ഓഫ് ബാച്ചിലറസ്. ബാച്ചിലറിന്റെ ഫെമിനൈൻ ഫോം പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്താ? സ്പിൻസ്റ്റർ അല്ലെ. സ്പിൻസ്റ്റർ, അൺമാരീഡ് വുമണിനെ നമ്മൾ സ്പിൻസ്റ്റർ എന്ന് പറയും, അൺമാരീഡ് ഗേളിനെ നമ്മൾ മെയ്ഡ് എന്ന് പറയും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഗ്രാൻഡ് പാരന്റ്സ് യൂസ് ടു ഗിവ് മീ എ ലോട്ട് ഓഫ് സഗേഷ്യസ് അഡ്വൈസ്. സഗേഷ്യസ് എന്ന് പറഞ്ഞാല് പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്താ? വയസ്സ് ആണ് അല്ലെ. നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്ത് പറഞ്ഞേ? വയസ്സാകുമ്പോൾ സ്കിന്നൊക്കെ സാഗിയും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ശരിയാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു. സഗേഷ്യസ് അഡ്വൈസ് എന്ന് പറഞ്ഞാല് വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദേ ആർ ഡെലിവറിംഗ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഇതിന് പാസീവ് ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേ ആർ ഡെലിവറിംഗ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോ ING ഉണ്ട്. ING ഉണ്ടെങ്കിൽ ബീയിങ് എന്നുള്ള വാക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബീയിങ് ഉണ്ട്. അപ്പൊ തന്നെ നമ്മൾ ഒരുവിധം ആൻസറിലേക്ക് എത്തി. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ദേ ആർ ഡെലിവറിംഗ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ ഇറ്റ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, അതിവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നു. ഇറ്റ് ഇസ് ബീയിങ് ഡെലിവേർഡ്, V3 ഫോം ഉണ്ട്. ഇറ്റ് ഇസ് ബീയിങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ. ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെഗർ വാസ് ഡാഷ് ബൈ എ കാർ. ബെഗർ വാസ് റൺ ഡൗൺ ആണ് കേട്ടോ. റൺ ഡൗൺ ബൈ എ കാർ എന്ന് പറഞ്ഞാൽ ചേസ് ചെയ്യുക, ട്രേസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ കേട്ടോ. റൺ അപ്പ് എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റ് ചെയ്യുക, റൺ അപ്പ് അക്യൂമുലേറ്റ് ചെയ്യുക. റൺ എലോങ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ എവേ ആണ് കേട്ടോ. ഗോ എവേ, റൺ എലോങ്. പിന്നെ റൺ ഔട്ട് ഓഫ്, റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യാന്നൊക്കെ ഒരു മീനിങ് ആണ് റൺ ഔട്ട് ഓഫ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് റൺ ഡൗൺ. നെക്സ്റ്റ് വൺ, ട്രാവൽ വിൽ അക്വൈന്റ് യു ഡാഷ് ന്യൂ കസ്റ്റംസ്. അക്വൈന്റ് വിത്ത് എന്നാണ് പറയാ അല്ലെ. അക്വൈന്റ് വിത്ത് എന്നാണ് പറയാ. ട്രാവൽ വിൽ അക്വൈന്റ് യു വിത്ത് ന്യൂ കസ്റ്റംസ്. അടുത്ത ചോദ്യം, ദ ബ്രിഡ്ജ് കോഴ്സ് ഗീവ്സ് ദി സ്റ്റുഡന്റ് എ ഡാഷ് ഇൻ ദി ഫോളോയിങ് അക്കാഡമിക് ഇയർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ദ ബ്രിഡ്ജ് കോഴ്സ് ഒരു കോഴ്സ് ആണ് അല്ലെ. ഗീവ്സ് ദി സ്റ്റുഡന്റ് എ ലെഗ് അപ്പ് ഇൻ ദി ഫോളോയിങ് അക്കാഡമിക് ഇയർ. ലെഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, ആൻ ആക്ട് ഓഫ് ഹെൽപ്പിംഗ് സമ്മൺ ടു ഇംപ്രൂവ്. ഓക്കെ, ഒരാളെ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ലെഗ് അപ്പ് എന്ന് പറയാ. 40 വിങ്സ് എന്തായിരുന്നു? ഷോർട്ട് സ്ലീപ്പ് അല്ലെ. ഹാൻഡ്സ് ഓൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടാവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ടു ഹാവ് സം പ്രാക്ടിക്കൽ നോളേജ് ആണ് ഹാൻഡ്സ് ഓൺ. ഇനി 69th ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദി അസർട്ടീവ് സെന്റൻസ് ഇൻടു ഇറ്റ്സ് ഇൻട്രോഗേറ്റീവ് ഫോം. യെസ് ദേ സ്പീക്ക് ഫ്രഞ്ച്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇൻട്രോഗേറ്റീവിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് അല്ലെ. ദേ ആണ്, അപ്പൊ അതുകൊണ്ട് ഡു എന്നേ പറയുള്ളൂ. ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നോ വൺ വാസ് ഇൻജുർഡ് ഇൻ ദി ആക്സിഡന്റ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക? നോ വൺ വാസ് ഇൻജുർഡ് ഇൻ ദി ആക്സിഡന്റ്. നോ വൺ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ദേയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കി. പിന്നെ എന്താ, ഇവിടെ വോസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ വോസ് ആണെങ്കിൽ എന്താ യൂസ് ചെയ്യണ്ടേ? വോസും ദേയും നമ്മൾ പറയില്ല അല്ലെ. അപ്പൊ അതിന് പകരം എന്ത് പറയും? വേർതെ ആണ് പറയാ അല്ലെ. വേർതെ ആണ്. പിന്നെ ഈ ഒരു ഭാഗം നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗം പോസിറ്റീവ് ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ വരുന്നത് വേർതെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.